ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് പള്ളിയിലെ വിശുദ്ധ പൗലോസ്ലീഹായുടെ തിരുനാളിന് വെള്ളിയാഴ്ച കൊടിയേറും. ഒല്ലൂർ പള്ളിയിൽ നിന്ന് 50 വാഹനങ്ങളുടെ അകമ്പടിയോടെ പതാക കൊണ്ടുവരും. രാവിലെ 6:15 ഒല്ലൂർ ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് കുത്തൂർ കൊടിയേറ്റം നടത്തും. ജൂൺ 28 രാവിലെ പാടും പാതിരി ഫാദർ പോൾ പൂവത്തിങ്കൽ മുഖ്യാതിഥിയായ പോൾ നാമധാരികളുടെ സംഗമം നടക്കും. അന്നേ ദിവസം കൂടുതുറക്കൽ ശുശ്രൂഷയും തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വെക്കലും ഉണ്ടാകും. തിരുനാൾ ദിനമായ 29 രാവിലെ 6:15 വിശുദ്ധ കുർബാന, 10 തിരുനാൾ ദിവബലി, തിരുനാൾ സന്ദേശം, തിരുനാൾ പ്രദർശനവും ഉണ്ടായിരിക്കും. ഫാദർ നോബി അമ്പൂക്കൻ തിരുനാൾ കുർബാനയ്ക്ക് കാർമ്മികനാകും. ഫാദർ ബാസ്റ്റ്യൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. 8000 പേർക്കാണ് ഊട്ടുസദ്യ ഒരുക്കുന്നത്. 50 വർഷം പ്രമാണിച്ച് പള്ളിയിൽ 50 തിരികളും പ്രദർശനത്തിന് 50 വീതം കുടകളും ബലൂണുകളും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് നാമധേയത്തിൽ ദേവാലയം തൈക്കാട്ടുശ്ശേരി ഭാഗത്ത് സ്ഥാപിതമായത് വിശ്വരാജ്യത്തിലെ ഏക പൗലോസ്ലീഹയുടെ നാമധേയത്തിലുള്ള ദേവാലയമാണിത്. 2024 ജൂണില് തിരുനാളിനോട് കൂടി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അതിൽ പോൾ നാമധാരികളെ ഇടവക തലത്തിലുള്ളത് മാത്രമല്ല കൊറോണ തലത്തിലുള്ള പോൾ നാമധാരികളെ ആദരിക്കലും എല്ലാവരും കഴിയും. 2 നെടുന്തൂണുകളിൽ ഒരാളായ സെന്റ് പോളിന്റെ നാമധേയത്തിലുള്ള തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏക ദേവാലയമാണ് തൈക്കാട്ടുശ്ശേരി പള്ളി. തൈക്കാട്ടുശ്ശേരി പള്ളി 1970 സ്ഥാപിതമായി. ഈ വർഷത്തെ വിശുദ്ധ പൗലോസ്ലീഹായുടെ മധ്യസ്ഥ തിരുനാളും നേർച്ചകൂട്ടും നമ്മൾ ജൂൺ 29 തീയതിയാണ് നടത്തുന്നത്. അതിനോടനുബന്ധിച്ച് മെയ് 1 മുതൽ നവവാരം, അതായത് വ്യാഴാഴ്ചകളിലാണ്. പ്രത്യേകതയുള്ളത് 28 തീയതി പാടും പാതിരി എന്ന് പറയപ്പെടുന്ന പോൾ പോതിരത്തിൻ്റെ മുഖ്യാതിയായിട്ട് ഒരു പോൾ സംഗമം അന്ന് വെച്ചിട്ടുണ്ട്. 28 തീയതി രാവിലെ സകല മരിച്ചവരെയും അനുസ്മരിക്കുന്ന ഇടവക കുടുംബ സംഗമവും പ്രാർത്ഥനകളും 30 നടക്കും. ജൂലൈ 6 8-ാം നടക്കും. ഫാദർ സെബാസ്റ്റ്യൻ പാലത്തിങ്കൽ കാർമ്മികനാകും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, ട്രസ്റ്റിമാരായ നിക്സൺ കോലഞ്ചേരി, കൺവീനർ ലിവിൻ വിൻസെന്റ്, റാഫി ഏനോക്കാരൻ, അനൂപ് അക്കര എന്നിവർ പങ്കെടുത്തു.